നിങ്ങൾ എങ്ങനെയാ സ്കൂളിലൊക്കെ പോകുന്നത്? കാട്ടിക്കൂടെ. അപ്പോൾ ആര് കൊണ്ടുവിടും? അമ്മ കൊണ്ടുവിടും. പോകുന്ന വഴിക്ക് ആനേനെ കാണുമോ? ആനേനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഓടും. തിരിച്ച് വീട്ടിലേക്ക് വരും. അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ? അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോയി കുളിക്കാൻ പറ്റും. കടനാട് കാട്ടില് കടുവയൊക്കെ ഉണ്ടല്ലേ? പിന്നെ കടുവയില്ലേ, എല്ലാ സാധനം ഉണ്ട്. ഈ കാട്ടിലില്ലാത്ത സാധനം ഒന്നുമില്ല. ആനനെ ഓടിക്കാൻ ആരും വരൂല. ആരാ വരുന്നത്? അവിടെ ചെക്ക് പോസ്റ്റ് സാർമാറിനെ വിളിച്ചാൽ പിന്നെ വണ്ടി സൗകര്യമില്ല, നമ്മൾ മനുഷ്യനല്ല ഇങ്ങനെ പറയും. അങ്ങനെയാണ് അവരുടെ ജീവിതം. ഇത്രയും 2 കിലോമീറ്റർ കാട്ടിക്കൂടെ നടന്നു പോകണം. പിന്നെ ചിലപ്പോൾ ആന കണ്ട ബയലെവിടെയും ആന ഇരുന്ന പിള്ളേരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. പട്ടീനൊക്കെ പിടിക്കുന്നുണ്ടോ കടുവ? ഇവരുടെ പട്ടിയൊക്കെ തീർന്നു ഏകദേശം. കുറെ ആനയുണ്ടോ? പിന്നെ കുറെ ആന അല്ലാണ്ട് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുന്നത് 10-50 എണ്ണം കാണാം രാത്രി. രാത്രിയായി കഴിയാൻ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. മണൽ വയൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടോന്നും അവർക്ക് ഇതില്ല. വോട്ട് സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പോയി. ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്തില്ല. എന്തിനാ വോട്ട് ചെയ്യുന്നത്? നമ്മളിന്ന് വയനാട് നടവയൽ ഭാഗത്തുള്ള ഒരു വനഗ്രാമമാണ് കാണാനായിട്ട് പോകുന്നത്. ചുറ്റും വനം കേട്ടോ, 4 സൈഡും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വനഗ്രാമം. ആ ഒരു വനഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ്, അല്ലെങ്കിൽ ആ വനഗ്രാമത്തിലെ ആൾക്കാരെയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത്. ഈ ഒരു വനഗ്രാമത്തിൻ്റെ പേര് മണൽവയൽ എന്നാണ്. നടവയൽ നെയ്ക്കുപ്പ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെ നിന്ന് 2 കിലോമീറ്ററോളം നമ്മൾ കൊടും വനത്തിൽ കൂടെ ഇതേപോലത്തെ ഇപ്പോൾ പുറകെ നിങ്ങൾക്ക് കാണാം വനം തന്നെയാണ്. വനത്തിൽ കൂടെ തന്നെയുള്ള വഴി കൂടെ ആണ് നമ്മളിവിടെ വരെ വന്നത്. പകലും രാത്രിയും ഒന്നും വ്യത്യാസമില്ലാതെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്യമൃഗങ്ങളുടെ ശല്യം നല്ല രീതിയിലുള്ള സ്ഥലമാണ്. നമുക്കറിയാം വനഗ്രാമമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആനയുടെ ഒക്കെ ശല്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ ഈ ഒരു ഗ്രാമത്തിൽ ഉള്ള ഒരു നിവാസികളാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ ഇനി മണൽവയൽ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് കുള്ളൻ എന്നാ പറഞ്ഞത്. കുള്ളൻ. ഈ മണൽവയൽ ഗ്രാമത്തിലുള്ള ആളല്ലേ? അതെ. എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ? ഞങ്ങളുടെ കൂടെ 10-50 വർഷമായി. 50 വർഷമായി. അതിൻ്റെ കൂടുതലും താമസമുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഉണ്ടല്ലേ? ഉണ്ട്. ഓഹോ. ജനിച്ചപ്പോൾ ഏകദേശം ഇവിടെ തന്നെയല്ലേ? ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്? ഇവിടെ ഇപ്പോൾ 10-30 എല്ലാം കൂടി മൊത്തം 10-35 കുടുംബം ഉണ്ടായിരുന്നു. 35 കുടുംബം. മറ്റേ നാട്ടുകാരൊക്കെ ആൾക്കാർ വേറെ പയച്ചു കൊടുത്തവരൊക്കെ കയറി വേറെ പോയി സ്ഥലം മേടിച്ച്. എത്ര പേര് പോയി? നാട്ടുകാർ കുറേ പേര് പോയി. പിന്നെ നമ്മൾ ആദിവാസി ഭാഗത്ത് ഇപ്പോൾ കിടപ്പുണ്ട്. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെയുള്ള? നായ്ക്കന്മാരല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ്. കാടുന്നുള്ള ഇവിടെ വർഷക്കാലം ഭയങ്കര ബുദ്ധിമുട്ട്. അട്ടയും ആനയും പലതും ഉണ്ടാവും. അട്ടയുണ്ടാവും. പറമ്പ് തിണ്ണിക്കൂടി അട്ട കയറി വരും വർഷക്കാലത്തൊക്കെ. അപ്പോൾ അട്ടയും ആന ഇപ്പോൾ അട്ടയായോ? മഴ പെയ്തു ഇപ്പം ആയി തുടങ്ങി. ഇന്നലെ ഇവിടെ വയലിൽ കൂടി പണി ഇന്നൊരു അട്ടയ്ക്ക് അടിച്ചതാണ് ഇവിടെ. വലിയ അട്ടയാ? ഈ നാളുണ്ടാവും. അപ്പോൾ അട്ടയുണ്ടാവും. പിന്നെ പാമ്പ് ഇപ്പോൾ പെരിപ്പാമ്പ് ഇവിടെ. പാമ്പാ? പെരിപ്പാമ്പ്. ആന എന്നും ഉണ്ടോ അല്ലേ? ആന എന്നും ഉണ്ടാവും. രാത്രി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? നമുക്കുണ്ടാക്കും. നമ്മളിവിടുത്തെ ആദ്യം നശിപ്പിച്ചില്ല ആന. 3-4 കിലോ അടക്കെ പറിച്ചുകൊണ്ടിരുന്ന ഇതെല്ലാം ഇവിടെ നമ്മൾ കിറിച്ചെടുത്തിന് ഒന്നും കിട്ടുന്നില്ല ഇവിടെ. ആനയും പന്നി പിന്നെ കുരങ്ങ് മാൻ ഇങ്ങനെയായിട്ട് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് ഈ സ്വയം കുടിയൊഴിപ്പിക്കൽ പദ്ധതിയിൽ നിങ്ങളെ പെടുത്തിയിട്ടുണ്ടോ? ആദ്യം വന്നപ്പോൾ പൈസയിൽ വരെ കുറേ ആൾ ഇവിടെ ഒഴിവാക്കി വിട്ടില്ലായിരുന്നോ? അന്ന് കുറച്ച് പേർക്ക് ഇവിടെ പോകാൻ താല്പര്യമില്ലായിരുന്നു. നമുക്ക് ഞാനൊക്കെ അന്ന് നിർബന്ധിച്ച് വിടുമല്ലോ, താല്പര്യമുള്ളവർക്ക് മാത്രം പോയാൽ മതി. അന്ന് ഞാനൊക്കെ പറയാം എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഐശ്വര്യ സാറൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ എല്ലാവർക്കും പോകണം, അല്ലെങ്കിൽ ആരും പോകണമെന്ന് പറഞ്ഞു. ഒരാൾ മാത്രമായിട്ട് പോകണം. മറ്റുള്ളവരൊക്കെ പോയി, നാട്ടുകാരൊക്കെ പോയി. അവരൊക്കെ പോയി. അവർ പറഞ്ഞതിൽ ഉറപ്പ് കിട്ടി. നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ കാടിന് വെളിയിലുള്ളവർ, അവർ വെളിയിലുള്ളവർ. അവരൊക്കെ വേറെ സ്ഥലം ഉണ്ടെന്ന് അവർക്ക്. പിന്നെ ഇവിടെ കിറിച്ച് മാത്രമേ ഉള്ളൂ. പകൽ ആന ഉണ്ടാവാറുണ്ടോ? പകലുണ്ട്, ചിലച്ചുണ്ടാവും. ഇന്നലെ കടയ്ക്ക് പോയിട്ട് വരെ ഉണ്ടായിരുന്നു. ആൾക്കാരെ ആക്രമിക്കുന്നുണ്ടോ? ഒരാന ഉണ്ടാകും, അതിപ്പോൾ കാണുന്നില്ല. അതാണ് മറ്റേ ഇവിടെ അമ്മന് ഒരു ആന ചേർന്നില്ല. അതന്നെ തോന്നുന്നു ഒരു ചെറിയ കൊമ്പുള്ള ആന. അത് ചെറിയ കൊമ്പാണ്, അത് വലിയ പൊക്കമൊന്നുമില്ല. അല്ലെങ്കിൽ അല്ലാണ്ട് വേറെ ആനകളുണ്ടല്ലോ? വേറെ ഉണ്ട് ആനയൊക്കെ ഉണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ തള്ളുള്ള ആന ഇപ്പോൾ ഈ ഭാഗത്തില്ല. അതിപ്പോൾ ചുള്ളിക്കാട് ഭാഗത്ത് മാറിക്കാട്ടും അമ്മന ഭാഗത്തായിട്ട്. എനിക്കിന്ന് ഈ ഗ്രാമം നമുക്കൊന്ന് കണ്ടാലോ? അപ്പോൾ ഈ ഒരു ഗ്രാമത്തിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. വനഗ്രാമമാണ്, നമുക്കറിയാം. വനത്തിന് നടുവിലുള്ള ഗ്രാമമാണ്. മൊത്തം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നായ്ക്കന്മാരായ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഈ കറണ്ടിൻ്റെ ഫെൻസ് ഇതൊക്കെ വർക്ക് ആകുന്നുണ്ടോ? അത് ഇപ്പം ഉണ്ട്. അത് ശരി. ആനയൊക്കെ തട്ടിടച്ച് പോകും. ആന അതിൻ്റെ അത്ര കയറുമോ? ആന കയറി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ആന? വരുന്നുണ്ട്. ആണല്ലേ? ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. നേരത്തൊക്കെ ഇവിടെ നല്ല സുഖമായിരുന്നു, കിറിച്ചെടുത്ത് എല്ലാം കിട്ടുമായിരുന്നു. ഇപ്പൊ നമുക്കൊന്നും ചെയ്തേക്ക. അന്നൊക്കെ ഇവിടെ ഒന്നും കിട്ടൂല്ലേ? അന്നൊക്കെ വായ കിറിച്ചായി. ഇതൊക്കെ ആന കളഞ്ഞിട്ടാ? ഇതൊക്കെ ഇവർ ഒടിച്ചിട്ടുണ്ട്. ഇഞ്ച ചേന കപ്പ ഇതൊക്കെ ഉണ്ടാക്കി. എത്ര ഏക്കറുണ്ട് ഈ സ്ഥലം?
ഏത് ഈ സ്ഥലം മൊത്തം? ഈ മൊത്തം ഇത് മൊത്തം ഇവരെ തന്നെ 9.5 ഏക്കറുണ്ട്. മറ്റുള്ളവർ 9.5 ഏക്കർ. പിന്നെ നമുക്ക് ചില 1 ഏക്കറുള്ളവരുണ്ട്, 1.5 ഏക്കറുള്ളവരുണ്ട്, പിന്നെ 1/2 ഏക്കറുള്ളവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിലൊക്കെ പുള്ളടക്കുണ്ടായിരുന്നു. ഇതൊക്കെ ആണല്ലേ? ഇതെല്ലാം ആനയെ കളഞ്ഞ ഉണ്ടോ? ഇതെല്ലാം പുള്ളോട്ട് ആനയെ കളഞ്ഞ. ഇതൊക്കെ ഈ പിള്ളവൊക്കെ ഉണ്ടോ? ഇതിന്റെ 4 സൈഡും കാട് തന്നെയല്ലേ? ഇതൊക്കെ ആനയെ കുത്തി അങ്ങനെയൊക്കെ കേടുക്കാണെന്നൊക്കെ ഈ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട്. ഓ, ചക്ക പറിക്കുന്നല്ലേ? അതൊക്കെ പാടുണ്ട് കേട്ടോ. പാടുണ്ട്. അത് ആനയെ കുത്തിയതാ ചക്ക പറിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇവരൊക്കെ വിട്ടു പോയതാ. ഇവരൊക്കെ പൈസ ഇവരൊക്കെ പൈസ കിട്ടി. വീട് വിട്ടുപോയ ആൾക്കാരുണ്ട് കേട്ടോ. വിട്ടുപോയ ആൾക്കാർ സ്വയം കുടിയൊഴിപ്പിക്കൽ പദ്ധതിയിലെ ആ ഒരു ഇതിൽ പെടുത്തി ഇവിടുന്ന് പോയ ആൾക്കാരുണ്ട്. ഇത് ആൾക്കാരും പോകാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളവർ കേട്ടോ. പിന്നെ ഈ വനയിൽ കാണുന്നൊക്കെ പോയ ആൾക്കാരാ. ഇവരൊക്കെ പോയവരാ. അവർ പിന്നെ കയ്യിൽ പൈസ ഉണ്ടാകുന്നതൊക്കെ വേറെ പോയി നേരത്തെ പൈസ പിടിച്ചാൽ കൂടി. അതെ, നമുക്ക് പൈസ ഇല്ലാതെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പുറത്തോട്ടും വീടുകളുണ്ടല്ലേ? അപ്പുറത്ത് ആ കാണുന്ന ഇവിടെ അങ്ങ് മോള് വരെ ഉണ്ട്. ഇതൊക്കെ പന്നി കുത്തിയിട്ടേക്കാം. ഇതൊക്കെ പന്നി കുത്തിയ. ഇവിടെ വർഷകാലം നടക്കാൻ വരെ പറ്റത്തില്ല. ഭയങ്കര ചെളിയാവും. മറ്റേ തോട്ടപ്പുഴ ഉണ്ടാവും. തോട്ടപ്പുഴ ഉണ്ടാവും. ഇന്നലെ ആന മെനിയാൻ വന്നായിരുന്നു. ഒരു ഒറ്റാന. എത്ര മണിയാകുമ്പോൾ വരും ഇത്? അതൊരു 8-9 മണിയാകുമ്പോൾ വരും. ചിലപ്പോൾ 6 മണിക്ക് വരും. ചില പകലൊക്കെ ഒരു 6 മണിക്ക് അവിടേക്ക് വരും. അതാ ആ ആൾക്കാർ വിട്ടു പോയില്ലേ, അവിടേക്കൊക്കെ വരും. ഇതൊക്കെ ആന തട്ടി പോയതാ. ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇപ്പം തോട്ടിലൊക്കെ വെള്ളം പറ്റിപ്പോയില്ലേ. പിന്നെ നമ്മളെ പണിയെടുത്തൊന്നും കിട്ടുന്നത്. പിന്നെ ഇവിടെ ഇരുന്ന് എന്താ കാര്യം? ഒരു കൂലിപ്പണി പോകാൻ ബുദ്ധിമുട്ടാണ് അവിടെ. 2 കിലോമീറ്റർ നടന്നു പോകണം. നടവലേക്ക് പോയി പണിക്ക് പോകണം. ഇന്ന് ഇവർ പണിക്ക് പോയി 3 കുയ്യാത്ത പോയേക്കുന്നത്. രാത്രി ആയി കഴിയാൻ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഒന്നും കാണില്ലമ്പാ. ഇല്ല. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ജാനു എന്നാ. ജാനു. ഇവിടെ എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മ പിന്നെ അച്ഛന്മാരൊക്കെ മരിച്ചു. കുറേ കൊല്ലങ്ങളൊക്കെ ആയി. അപ്പം ഇത്ര ശല്യം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര ശല്യം. ആണല്ലേ? ഇവിടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ നമ്മൾ 2 ചെക്കന്മാരും ഞാനും പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ ഭർത്താവും. ആനശല്യം ഭയങ്കര കൂടുതലല്ലേ? ഭയങ്കര കൂടുതൽ ആനശല്യം. പകലും വരുന്നുണ്ടോ? പകലും വരുന്നുണ്ട്. വല്ല മരുന്നിന് പോയാലും നടക്കാനും പറ്റില്ല, വരാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. നടന്നു വരാൻ പറ്റൂല. ആന നിങ്ങളുടെ നേരെയൊക്കെ വന്നിട്ടുണ്ടോ? നമ്മുടെ നേരെ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ വെച്ച് തീ പുകയ്ക്കുമ്പോൾ അവിടെ ഇരുന്ന് ആന എവിടേക്ക് ഓടി വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ചക്കയൊക്കെ തിന്നാൻ വരും. നമ്മളെവിടെ പറയുക? ഇവിടുത്തെ കസേര ചൂളൊക്കെ ഒന്നുമില്ല. ഞാൻ കത്തിച്ച് പുകയിച്ച്. കസേര ചൂളൊക്കെ കത്തിച്ച് പുകയിച്ചിട്ടേ. ഇതിന്റെ പുക തട്ടി പിന്നെ പോവെന്ന് ഓർത്തിട്ട് കത്തിക്കും, ജീവനത്തിന് വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാ? അതിന്റെ മണം തട്ടി ചിലപ്പോൾ പോവും, ചിലത് നേരിട്ട് വരും. വിറക് കത്തിച്ചാലും ഒരു ഇല്ല. വിറക് ഇപ്പൊ തീനൊന്നും ആനയ്ക്ക് പേടില്ല. പടക്ക പൊട്ടിച്ചിട്ട തന്നെ വരും. എന്നിട്ടല്ല വിറക്. പിന്നെ കുറെ ആന അല്ലാണ്ട് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങുന്നത് 10-50 എണ്ണം കാണാം രാത്രി. ഈ കണ്ടത്ത് കൂടെ കുഞ്ഞുങ്ങളും മക്കളൊക്കെ ആയിട്ട്. അതിലെ കൂടി ഇതൊക്കെ ഈ തോടൊക്കെ ഇടിച്ചിരിക്കുന്നത് ആനയാ. പിന്നെ ടോർച്ച് അടിക്കാനും പറ്റില്ല. ടോർച്ച് അടിക്കാനും പറ്റില്ല ആനയ്ക്ക്. തീവെട്ട ഇപ്പൊ പണ്ടത്തെ ആനയാണെങ്കിൽ ഓടിക്കൊണ്ടിരുന്നു. ഇപ്പൊ ടോർച്ച് അടിച്ചാൽ നേരിട്ട് അടിക്കുന്നവന്റെ അങ്ങോട്ട് വരും. ആരാ വരുന്നത്? അവിടെ ചെക്ക് പോസ്റ്റ് സാർമാറിനെ വിളിച്ചാൽ പിന്നെ വണ്ടി സൗകര്യമില്ല, നമ്മൾ മനുഷ്യനല്ല, ഇങ്ങനെ പറയും. അത്രേ ഉള്ളൂ. ഇപ്പം ആരും വരുന്നില്ല. നേരത്തെ ആണെങ്കിൽ ചില ദിവസം വരും. ഇപ്പം ഇതാ പെൻഷൻ ഇങ്ങോട്ട് അവർക്ക് 4 വീട്ടിലുണ്ട്, നമുക്ക് മാത്രമില്ലാത്തത്. ആന അതൊന്നും ആനയ്ക്ക് ഒരു വിലയില്ല. അതൊക്കെ തട്ടിമറിച്ചിട്ട് ഇങ്ങോട്ട് ആന വരും. മക്കൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ടോ? അവിടുത്തെ മുകളിലത്തെ പിള്ളേരൊക്കെ ഉണ്ട്. അവര് തള്ളന്മാര് പണി മെനക്കെട്ട് കൊണ്ടുവരും. അങ്ങനെയാണ് അവരുടെ ജീവിതം. ഇത്രയും 2 കിലോമീറ്റർ കാട്ടിക്കൂടെ നടന്നു പോകണം. പിന്നെ ചിലപ്പോൾ ആന കണ്ട വയലെവിടെയെങ്കിലും ആന ഇരുന്നാൽ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും. അല്ലെങ്കിൽ പിന്നെ ആ വഴിക്ക് 2 സൈഡിൽ വല്ല എന്തെങ്കിലുമൊക്കെ കമ്പിയോ ഇതൊക്കെ കെട്ടാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായി പോയി വരാം. ഇതിപ്പോൾ ഇങ്ങനെ മുട്ടുപയ്യാത്തവർ നമ്മൾക്ക് ആശുപത്രി പോയി എവിടെ ആന കണ്ട് എവിടെ ഓടും? നിങ്ങളുടെ ഇവിടുത്തെ മെമ്പർമാരൊക്കെ എന്താ പറഞ്ഞത്? മെമ്പർ വരുമ്പോൾ ആ വോട്ടിന് ഒരു ദിവസം വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഭാഗത്തെ വന്നില്ല. വോട്ടിന് വന്നല്ലേ? വോട്ടിന് വന്നു. അല്ലാണ്ട് നിങ്ങളുടെ കാര്യത്തിലൊന്നും അവർ ഇടപെടുന്നില്ല? ഇതുവരെ കണ്ടിട്ടില്ല. കുറ്റം പറയാൻ പോവില്ല. ഇതുവരെ നമ്മുടെ കാര്യത്തിൽ എങ്ങനെ എന്തെങ്കിലും നോക്കാൻ പഠിക്കാൻ ആന വന്നെന്ന് പറഞ്ഞാലോ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ വിളിച്ചാൽ ചെക്ക് പോസ്റ്റുകാർ വരും, പോകും. അത്രേ ഉള്ളൂ. ഇവിടെ പ്രായമായ ആൾക്കാരുണ്ട് ഇവിടെ? ഇവിടെ ഒരാളുണ്ട് കടത്ത്, അച്ഛനാ. ആശുപത്രി കേസൊക്കെ വന്നാൽ എന്ത് ചെയ്യും? അത് ആശുപത്രി കേസ് അന്ന് പണ്ട് ഇവിടെയൊക്കെ ഇപ്പം നമ്മളിത് തൊഴിലുറപ്പ് കൂടിയൊക്കെ വെട്ടിട്ടത്. നേരത്തെ കണ്ടത്ത് കൂടിയാണ് വഴി. ചേറ് ഇറങ്ങി അന്ന്
എൻ്റെ കെട്ടിനെ ഒറ്റയ്ക്കാ കൊണ്ടുപോയത് അക്കരയ്ക്ക്. അതെ. അക്കരയ്ക്ക് മഴക്കാലത്ത് ഇവിടെയൊക്കെ വെള്ളമായിരിക്കും. ഇത് മൊത്തം വെള്ള. പുലിയുണ്ട്. പിന്നെ നമ്മൾ ഒരു സാധനം ഒരു കാന്തരം നട്ടല്ല അതും വെക്കുന്നില്ല മാനിങ്ങൾ. പട്ടീനെയൊക്കെ പിടിക്കുന്നുണ്ടോ അടുവാ പുലി? ഇവരുടെ പട്ടിയൊക്കെ തീർന്നു ഏകദേശം. അതിന്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത്. 10 പട്ടി ഉണ്ടായിരുന്നോ? പട്ടിയൊക്കെ തീർന്നല്ലേ? പട്ടിയൊക്കെ തീർന്ന് ആകെ 4 എണ്ണം ഇപ്പോൾ ഉണ്ട്. പിന്നെ പാമ്പുണ്ട്, മലപ്പാമ്പുണ്ട്. ഇത് കഴിഞ്ഞ കൊല്ലം ഇവിടെ നമ്മൾ തോട് പണിയെടുത്ത് ഇത്ര മുഴുപ്പൊരു പാമ്പ്. അതിന് ഇവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നറിയില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാനും വേറെ മാർഗം ഉണ്ടാവില്ലല്ലേ? നമുക്ക് എന്ത് മാർഗം? നമ്മളിപ്പോൾ അന്നന്ന് പണിക്ക് പോയാൽ അന്നന്ന് കൊണ്ട് ചിലവ് തിന്നാ. അതിനെ മരുന്ന് മേടിക്കുക. ഒരാളിപ്പോൾ പണിക്ക് പോയാൽ അതിലിപ്പോൾ സാധനത്തിൻ്റെ വില സാർമാറിഞ്ഞറിയാലോ. റേഷനും കിട്ടുന്നില്ല. റേഷന് കിട്ടിയാൽ അത് ഒരാഴ്ച വരെ വരില്ല. കിട്ടിക്കൊണ്ടിരുന്ന പെൻഷനാണ്. ഇതുവരെ അച്ഛനിക്ക് പെൻഷനും കിട്ടില്ല. കഴിഞ്ഞ ബിസിന് അതാ കിടപ്പ്. കഴിഞ്ഞ വർഷം ബിസുവിന് ഈ വർഷം കിട്ടില്ല. കഴിഞ്ഞ ഓണത്തിനും കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് ഡിങ്കി ചെയ്യാൻ പറഞ്ഞു. അത് ആധാർ എടുത്ത് നടുവിൽ അച്ചയത്തിൽ പോയപ്പോൾ അച്ചയക്കാർ പറഞ്ഞു അയാളെ തന്നെ വരണമെന്ന്. എന്നിട്ട് അവിടുന്ന് പുൽപ്പള്ളിയിൽ നിന്ന് പ്രൊമോട്ടറിനെ വിളിച്ച് പറഞ്ഞ് പ്രൊമോട്ടർ കൊണ്ടുവന്ന് ഇവിടെ നോക്കുമ്പോൾ അവർക്ക് റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മെമ്പറിൻ്റെ കത്ത് വേണമെന്ന് പറഞ്ഞു. ഒരു കത്ത് മേടിച്ചപ്പോൾ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തിട്ട് 2 മാസമായി. ഇതുവരെ അതിൻ്റെ ഒരു തെളിവുമില്ല. നമ്മൾ പണിയെടുത്ത് കിട്ടുന്നത് അതിനും കൊടുക്കുക, നമ്മളും തിന്നാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. സ്വന്തം അച്ഛനല്ല, എൻ്റെ വളർത്തച്ഛനാ ഇത്. നോക്കുന്നുണ്ട് ഉള്ളതുള്ള പോലെ. ഇവിടെ രാത്രി മൃഗങ്ങളൊക്കെ വരൂല. പിന്നെ വരാണ്ട് ഇതിലൊക്കെ വരുവാൻ. ഇതാണ് അച്ഛൻ കിടക്കുന്നത്. കാല് തളർന്ന പോലെയായി കിടക്കുകയാണ്. ഇതിൻ്റെ പെൻഷനാണ് അങ്ങനെ ആയിരിക്കുന്നത് ഇപ്പോൾ. എപ്പോഴും തീ വേണം. എപ്പോഴും തീ വേണം. അകത്ത് വിളിച്ചാൽ വരുമില്ല. വീടിൻ്റെ ഉള്ളിൽ കിടക്കൂല. പുതിയ വീട് പറ്റൂലല്ലേ? പുതിയ വീട് വന്നാൽ അത് ശരിയാവില്ല. ഇതുപോലത്തെ പഴയ വീട് മണ്ണിട്ട വീട് അതിനെ പറ്റുള്ളൂ. പണ്ടാത്ത ആൾക്കാരായതുകൊണ്ടല്ലേ. പിന്നെ അതേപോലെ നമ്മൾ അതിന് കുടിവെള്ളത്തിൽ എന്തോ പിന്നെ കോപ്പയോ പ്ലേറ്റ് എന്തെങ്കിലും പൊത്തി അത് വേണ്ട ചിരട്ടി പൊത്തി കൊടുക്കണം. പണ്ടത്തെ രീതിയിലേ പറ്റുള്ളൂ. പണ്ടത്തെ രീതിയിലേ പറ്റുള്ളൂ. അത് രാത്രി പകൽ ഇവിടെ തന്നെ കിടക്കുക. അതായത് നമ്മളിപ്പോൾ ആ ചേച്ചീനെ കണ്ടല്ലോ, ആ ചേച്ചി പറയാണ് ഭയങ്കര വന്യമൃഗശല്യമാണ്. ആന എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഈ പുറകെ കാണുന്ന ഈ വയലിൽ കംപ്ലീറ്റ് ആനയെന്ന് പറഞ്ഞാൽ 50 ആനയൊക്കെ ഉണ്ടാകുന്നുണ്ട്. 50 ആനയൊക്കെ ഒരുമിച്ച് ഇവിടെ വന്ന് നിന്നാൽ എന്തൊരു സ്ഥിതിയായിരിക്കും നമുക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ആനേനെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അതുകൊണ്ട് ആനേനെ ഇവരിവിടുന്ന് തുരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തീ കത്തിച്ചിടും. ഈ മറ്റേ വിറക് അങ്ങനെയൊക്കെ തീ കത്തിച്ചിടും. അപ്പോൾ വിറക് ശേഖരിക്കാനും പുള്ളിക്കാരിക്ക് പോകാനിപ്പോൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളിക്കാരി വീട്ടിലുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങൾ, അതായത് കസാര അടക്കമുള്ള പ്ലാസ്റ്റിക് ഉപകരണങ്ങളൊക്കെ കത്തിക്കുകയാണ്. അപ്പം ഈ പ്ലാസ്റ്റിക്കിൻ്റെ മണം അടിച്ചിട്ടെങ്കിലും ഈ ആന പോകുമെന്നുള്ള ഒരു രീതിക്ക് അവർ പ്ലാസ്റ്റിക് കത്തിക്കാമെന്നിട്ട് പറഞ്ഞത്. വനഗ്രാമമാണ്, സ്വാഭാവികമായിട്ടും വനം ചുറ്റിലുമുണ്ട്. പക്ഷെ എന്നാലും ഈ വർഷങ്ങളായിട്ടിവിടെ താമസിക്കുന്നവരാണ് ആലോചിക്കണം. 10-50 വർഷമായിട്ട് ഉള്ളൊരു ഗ്രാമമാണ്. അപ്പോൾ തീരെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരല്ല. അവർക്കിവിടെ എല്ലാ അവകാശങ്ങളും ഉണ്ട്. പക്ഷേ അവരുടെ അവകാശങ്ങളൊക്കെ ഇവിടെ ഹനിക്കപ്പെടുകയാണ്. അതാണിപ്പോൾ ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ അലക്കാൻ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വെള്ളമായിരുന്നു, അതൊരു കളിക്കേട് വെള്ളം. ഇവിടുത്തെ കാര്യങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ തന്നെ. വഴിയില്ല, ഒരു രോഗം വന്നാൽ ആസ്പത്രിക്ക് പോകാൻ പറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എത്ര തവണ ഞങ്ങൾ പറഞ്ഞ് സാധനക്കാർ വരുന്നുണ്ട്, അല്ലാത്തവർ വരുന്നുണ്ട്, അവരുടെ കൂടെ ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു മനുഷ്യരും കൂടെ തിരിഞ്ഞ് നോക്കുന്നില്ല. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇവിടെ സുഖമായിട്ട് ഫെബ്രുവരി മാസത്തിൽ സുഖമായിട്ട് കിടക്കുക, വണ്ടിയില്ലാതെ മരുന്നിന് പോകേണ്ട വീട്ടിലിരിക്കുക. ആരും പഞ്ചായത്തൊന്നും ആരും വരുന്നില്ല. ഞങ്ങളൊക്കെ തൊഴിലുറപ്പുകാരാണ്. സ്ഥിരമായി ഇന്ന് തൊഴിലുറപ്പോട്ട് അന്ന് തൊട്ട് തൊഴിലുറപ്പ് പഞ്ചായത്ത് തന്നെ 1-ാം വാർഡിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാ ദിവസവും തൊഴിലുറപ്പ്. ഈ കഴിഞ്ഞ ഏപ്രിൽ വരെ ഞാൻ പണിയെടുത്തതാണ്. പണിയെടുത്തിട്ട് ഇതുവരെയായിട്ട് പഞ്ചായത്തുകാരോ നമ്പർമാരോ ഇതുവരെ അന്വേഷിച്ചു. ഇപ്പം മരുന്നിന് പോകാൻ പറ്റാണ്ട് വീട്ടിലിരിക്കുക. മക്കളൊക്കെ 3 മക്കളാണ് എനിക്ക്. ഒരാൾ മരിച്ചു, ഇനി 2 പേരുണ്ട്. ഒരാൾക്ക് സുഖമില്ല, അവനൊരു മാനസികമായിട്ടാണ്, അവനും പണിക്കൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ ഒരാൾ പണിയെടുത്തിട്ട് ഈ കുടുംബം കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനും പറ്റുന്നില്ല. പുള്ളിക്കാരന് വണ്ടി ആക്സിഡൻ്റിലായിട്ട് പുള്ളിക്കാരന് പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിക്കുന്നത്. ഇവിടെ എത്ര ദൂരം നടക്കണം പുറത്തെത്തണമെങ്കിൽ? പുറത്തെത്താൻ 4 ഇപ്പം നിങ്ങൾ വന്നല്ലോ 4 കിലോമീറ്റർ നെക്കിപ്പം അങ്ങോട്ട് എത്തണ്ടേ.
പിന്നെ അവിടെ നിന്നൊക്കെ അരി മേടിച്ച് ഇപ്പോൾ വരുന്നത് 30 കിലോ അരി ഇവിടെ ചുമന്നുകൊണ്ട് പറഞ്ഞു ഞങ്ങൾക്ക്. അത്ര വിശപ്പ്. അതേപോലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനോ ഒരാൾ തന്നെ വേണം, കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ ഇത് തന്നെ ബുദ്ധിമുട്ടാണ്. ഒരാൾ രോഗം പിടിച്ച് കിടന്നാൽ ഇവിടെ കിടന്നുകൊണ്ടിരിക്കും, മരുന്നിന് പോകുന്നൊന്നും പറ്റില്ല. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ആരും തിരിഞ്ഞു നോക്കില്ല. ആര് വരാനാ ഇവിടെ ഈ കാട്ടിനുള്ളിൽ? 50 അല്ല 60 അല്ല, അത്ര വർഷമായി ഇവിടെ. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങളൊന്നും ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾ കൊടുത്തത് MLA അടുത്ത് 2 പ്രാവശ്യം പോയി കൊടുത്തു. അത് കഴിഞ്ഞ റേഞ്ചർ ഓഫീസ് കൊണ്ട് കൊടുത്തു. പിന്നെ ജയലക്ഷ്മിയുടെ ഓഫീസ് കൊണ്ട് ഞങ്ങൾ പരാതി കൊടുത്തതാണ്. ഇതൊക്കെ വെറുതെ അവർ വേസ്റ്റ് കൊട്ടിട്ട് കളയാതെ മണൽ വയൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരുണ്ടോയെന്ന് അവർക്ക് ഇതില്ല. വോട്ട് സമയത്ത് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് പോയി. ഞാൻ ഇപ്രാവശ്യം വോട്ട് ചെയ്തില്ല. എന്തിനാ വോട്ട് ചെയ്യുന്നത്? ഞാൻ ചെയ്തില്ല. എനിക്ക് നടക്കാൻ പറ്റുന്ന കൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല. സത്യം പറയുമല്ലോ. വോട്ട് സമയത്ത് എല്ലാവരും കയറി വരും, വന്നിട്ട് പറയും അത് തരാം ഇത് തരാം, ഒന്ന് ജയിക്കട്ടെ. പിന്നെ ആദ്യം ഒരു അന്നക്കുട്ടി ജയിച്ചിട്ട് ഒരു കിണർ ഇവിടെ കുത്തി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കിണർ അക്കരെ കുത്തി. പിന്നെ ഒരു വിഷയമില്ല. MLA അടുത്ത് 2 പ്രാവശ്യം പോയി. ഒരു പ്രാവശ്യം ഇവിടെ MLA വന്ന് ചോദിച്ചു നിങ്ങളൊക്കെ പോകാൻ ഇത് ആവശ്യമാണോ എന്ന്. അപ്പോൾ കുറച്ച് പേർക്ക് പോകണമെന്നുണ്ട്, കുറച്ച് പേര് പോയില്ലെന്ന് പറഞ്ഞു. അത് കാരണം ആ തടസ്സം നിന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും പോകണമെന്ന് ഓർത്തിട്ട് ഇവിടെ MLA അടുത്ത് കൊണ്ടുപോയിട്ട് പരാതി കൊടുത്തു, ഞങ്ങൾക്ക് ഇറങ്ങി പോകണമെന്ന്. എന്നിട്ട് അതിൻ്റെ MLA അതിൻ്റെ ഇത് മറുപടി ഒന്നും ഇതുവരെ ആയിട്ട് ഇങ്ങോട്ട് കഴിച്ചില്ല. കളക്ടർ ഓഫീസിൽ നിന്ന് കൊടുത്തു, അതും ഇല്ല. റേഷൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് റേഷൻ മാത്രമേ ഉള്ളൂ, പണിയില്ല. പണിയെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഇവിടെ തന്നെ ഞങ്ങൾക്ക് പണി തരുന്നുണ്ട് അവർ. പുറത്തോട്ട് ഇറങ്ങാൻ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ആനയല്ല. അത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് കാരണം ഇവിടെ തന്നെ ഞങ്ങൾക്ക് പണി തരുക. അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം വരെ ഞാൻ പണിയെടുത്തതാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കാലുവേന വന്നിട്ട് അരക്ക് താഴെ ഇങ്ങനെ തളർന്ന പോലെ എനിക്ക് നടക്കാൻ പറ്റില്ല. മരുന്നിന് പോയില്ല ഞാൻ, സത്യം പറഞ്ഞ് നടക്കണ്ടേ. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇവിടെ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്നതൊക്കെയോ? പിള്ളേരൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ കൊണ്ടുവരൂ. ആനക്കൊക്കെ പേടിച്ചിട്ട് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരൂ, അതിനെ കൊണ്ടുവിടൂ. പിന്നെ കുറച്ച് പേരൊക്കെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഇവിടെ 2-3 പേര് ഇവിടെ പഠിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഹോസ്റ്റലിൽ കൊണ്ട് ചേർത്തു. ഹോസ്റ്റലില്ല. അങ്ങനെയൊക്കെ ജീവിതങ്ങളാണ് ഇവിടുത്തെ ജീവിതം. ഒരു മനുഷ്യർ തിരിഞ്ഞു നോക്കാനോ ഇവിടെ അന്വേഷിക്കാനോ ഒന്നുമില്ല. ഓരോ മെമ്പർമാർ ജയിക്കുമ്പോൾ അതുണ്ടാക്കി തരും, ഇതുണ്ടാക്കി അവിടെ നിന്ന് ഇവിടുത്തെ ഇത് ജനറൽക്കാരനൊക്കെ ഇറക്കി വിട്ടല്ലോ. ഇവിടുത്തെ ആദിവാസികൾ എന്തിനും ഇറക്കി വിട്ടത്. അപ്പോൾ ആദിവാസികൾ കാട്ടിൽ കിടന്ന് മരിച്ചോട്ടെന്നും അവരുടെ വിചാരം. ഇതേപോലെ വെള്ള പ്രശ്നം, ഇത്ര ദിവസം വെള്ളമൊന്നുമില്ല. ഈ മഴ പെയ്തിപ്പോൾ ഇച്ചിരി വെള്ളമുള്ളപ്പോൾ അക്കരെ വലിയ കുള കുത്തിയുണ്ട്. എന്ത് ഉപകാരം അതിനെ കൊണ്ട്? ഒരു ഉപകാരമില്ല അതിന്. ഇതല്ലേ പൈപ്പൊക്കെ പൊട്ടി കിടക്കുന്നത്. ആന പൊട്ടിക്കുന്നാലും വെറുതെ പൊട്ടിപ്പോയി. മുകളിലൊക്കെ പൈപ്പ് ഇട്ട് അത് പോയപ്പോൾ നിൽക്കും. ഇതുപോലത്തെ പൊക്കത്തിട്ട് നിൽക്കുമോ? അതിന് അക്കരക്കാർക്ക് കുറച്ച് പേർക്ക് 2-3 വീട്ടുകാർക്ക് വെള്ളമുണ്ട്. ഇക്കരക്കാർക്ക് ആർക്ക് വെള്ളം? ഇവർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് വെള്ളം ചുമന്ന് കുടിക്കാൻ നോക്കണം. വല്ല ആന കുടിക്കുന്ന വെള്ളം അവർ കൊണ്ട് കുടിക്കുന്നത്. ഞങ്ങളൊക്കെ അതെ, ഞങ്ങൾ ആ കൊല്ലിയിലെ പോയി 2-3 ബക്കറ്റ് ഇവൻ പോയി കൊണ്ടുവരുന്നത്. അവന് സുഖമല്ല, എന്നാലും അവൻ പോയി കൊണ്ടുവരും. എവിടുന്ന് ആ കൊണ്ടുവന്ന് വെള്ളം തന്നെ കുളിക്കും. അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ പോയി കുളിക്കാൻ പറ്റും. കടനാട് കാട്ടില് പിന്നെ കടുവയില്ല. എല്ലാ സാധനം ഉണ്ട്. ഈ കാട്ടിലില്ലാത്ത സാധനം ഒന്നുമില്ല. ആനക്ക് കയറി വീടും മുറ്റത്ത്. എത്ര തവണ ആനക്ക് മുറ്റത്ത് കയറി വന്നറിയോ? ഇത് ആ പേരെയൊക്കെ പൊളിച്ചിട്ടിച്ച് പോയതാ ഒരു പ്രാവശ്യം. അത് വന്നിട്ട് ഗാർഡന്മാർ, ഫോറസ്റ്റുകാരും, ട്രൈബൽക്കാരും എല്ലാവരും വന്ന് കണ്ടിട്ട് പോയതാ. ഒന്നുമില്ല. ഇനി കുറച്ച് ദിവസം കൂടി ചക്ക മാങ്ങ അങ്ങോട്ട് കയറി വരും. അന്നേരം രാത്രി ഒന്നും ഉറക്കമില്ല. ഈ പ്ലാവില് വരും. ഈ പ്ലാവിൽ വന്ന് ചക്ക പറിക്കും. ഈ കാണുന്ന പ്ലാവില്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിനകത്ത് അവിടെ ആന വന്ന് ഇവിടെ നിൽക്കുമ്പോൾ തോട്ടിലിറങ്ങിയിട്ട് ഇതിനെ വളച്ച് നിൽക്കും. ഞാൻ ഇവിടെ പോയി നിന്നു. അപ്പോൾ എനിക്കൊന്ന് തോന്നുന്നു അങ്ങോട്ട് നോക്കാം. അപ്പം നോക്കുമ്പോൾ പെരയുടെ പോലെ നിൽക്കുന്നുണ്ട്. ഞാൻ പുറകെ പോയിട്ട് അവിടെ പോയിട്ട് അകത്ത് കയറിയ. ഭയങ്കര കഷ്ടമാണ് ഇവിടെ ജീവിക്കുന്നത്. എത്ര പേര് മരിച്ചിട്ടുണ്ടെന്നറിയോ ഇവിടെ? പിന്നെ അല്ലേ വഴിയെന്ന് പറയാം. ഒറ്റക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ ഇവരൊക്കെ പേടിച്ച് പോവും. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഞങ്ങൾ സാധനങ്ങൾ മേടിക്കണമെങ്കിൽ പോകണം. അവരുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ നേരിട്ട് കേട്ടു. വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഒരു ആശുപത്രി പോകണമെങ്കിൽ 2-3 കിലോമീറ്റർ ഇവർ ഈ കൊടും കാട്ടിക്കൂടെ ഇവർക്ക് പോകണം. അതിലെ വണ്ടി സഞ്ചാരം ഇല്ല, നടന്ന് പോകണം. പോകുന്ന വഴിക്ക് ആന ഉണ്ടെങ്കിൽ അന്നത്തെ പോക്ക് നടക്കില്ല. അപ്പോൾ ആനയെ ഡിപ്പെൻഡ് ചെയ്താണ്. ആന ഇല്ലെങ്കിൽ അവർക്ക് പോകാം, ആന ഉണ്ടെങ്കിൽ പോക്ക് നടക്കില്ല. അതുപോലെ തന്നെ പിള്ളേരുടെ വിദ്യാഭ്യാസം ഇതുപോലെ തന്നെ. ആന ഇല്ലെങ്കിൽ മാത്രം പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോകുന്നൊക്കെ കാരണം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഇവിടുത്തെ ആൾക്കാരുള്ളത്. അപ്പോൾ ഞാനീ പോകുന്ന വഴിയൊക്കെ തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പേടിയാകും കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ കൂട്ടാതെ ഞാനില്ല വരികയല്ല. ആ ചേട്ടൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് നടക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് ഈ വന്ന വഴി കാട്ടിക്കൂടെയുള്ളൊരു വഴിയുണ്ട്, അതും തിരിച്ച് ഞാൻ അതിലേക്ക് പോകണം. ഇങ്ങോട്ട് വന്നപ്പോൾ എങ്ങനെയോ ഭാഗ്യത്തിന് മൃഗങ്ങളുടെ മുമ്പിലൊന്നും പെട്ടില്ല. ഇനി തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ എന്താ സ്ഥിതി എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് ആരെങ്കിലും കൂട്ട് വരുമായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ട് പിടിച്ച് വേണം പോകാനായിട്ട്. തന്നെ പോകാൻ സത്യം പറഞ്ഞാൽ നമുക്ക് ധൈര്യം ഉണ്ടായില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കാടാണ്.
കൊടുങ്കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാട് 2 കിലോമീറ്ററോളം പറഞ്ഞിട്ട് കാര്യമില്ല, കൊടുങ്കാടാണ്. ആദിത്യ. പേരോ? രജിത. അഞ്ജന. നിങ്ങളൊക്കെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നടവയിലാണ് പഠിക്കുന്നത്? നിങ്ങളെങ്ങനെയാണ് സ്കൂളിലൊക്കെ പോകുന്നത്? പറഞ്ഞോ. കാട്ടിക്കൂടെ. അപ്പോൾ ആര് കൊണ്ടുവിടും? അമ്മ കൊണ്ടുവിടും. പോകുന്ന വഴിക്ക് ആനേനെ കാണുമോ? ആനേനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഓടും. തിരിച്ച് വീട്ടിലേക്ക് വരും. ആനേനെ കാണുന്ന ദിവസം സ്കൂളിൽ പോകില്ലല്ലേ? അപ്പം ആനേനെ കണ്ടില്ലെങ്കിൽ മാത്രമേ സ്കൂളിൽ പോകുള്ളൂ നിങ്ങൾ. വേറെ വണ്ടിയൊന്നുമില്ല? നിങ്ങൾ സർക്കാരിൻ്റെ വണ്ടിയൊന്നുമില്ല? വണ്ടിയൊന്നും വരില്ല? അത് അവിടെ പുറത്തേ വരുള്ളൂ അല്ലേ? അവിടം വരെ നിങ്ങൾ നടന്നു പോകണം അല്ലേ? ഇങ്ങോട്ട് വരുമല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമല്ലോ അല്ലേ? എത്ര ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്? 4. കഴിഞ്ഞ വർഷം കുറേ ദിവസമൊക്കെ സ്കൂളിൽ പോയോ? പരീക്ഷയ്ക്കൊക്കെ എഴുതിയോ? ആണോ? ഇവരൊക്കെ നടവല്ല പഠിക്കുന്നത്? ചെറുതൊക്കെ ചേർത്തില്ല. കൊച്ചോ മോളോ? ചേർത്തില്ല. എത്ര വയസ്സായി ഇവക്കൊക്കെ? എത്ര വയസ്സായി? 5 വയസ്സായില്ലേ? എന്താ ചേർക്കാത്ത? 5 വയസ്സായിട്ട് സ്കൂളിൽ. മോള് എത്ര വയസ്സായി? 8 വയസ്സ്. ഇവിടെ രാത്രി ഈ നിങ്ങൾ ഇവിടെ വീടിൻ്റെ അടുത്തൊക്കെ വരുവാനാ? വരുമോ? ഇവിടെയും വരുമല്ലേ? വീട് നശിപ്പിക്കുകയൊക്കെ ചെയ്യുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എല്ലാ തീ കത്തിച്ചിടുമായിരിക്കും അല്ലേ? അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോവോ? അതെ, അച്ഛനമ്മയും പണിക്ക് പോയതാ? നിങ്ങളിപ്പോൾ ആ കുട്ടികൾ സംസാരിച്ച് കേട്ടല്ലോ അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമമായിട്ട്. എനിക്കത് കേട്ടപ്പോൾ പിള്ളേരെ ആ ഒരു പേടിയോടുകൂടിയുള്ള ആ ഒരു വിഷമത്തോടു കൂടിയുള്ള ആ ഒരു സംസാരം വളരെയധികം വിഷമം ഉണ്ടാക്കി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരധികം ദുഃഖം ഉണ്ടാക്കി. കാരണം ആലോചിക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു വിഷമം. കാരണം അവർക്ക് സ്കൂളിൽ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അവരാ സംസാരിച്ചത്. ആന ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകില്ല, ആന ഇല്ലെങ്കിൽ മാത്രമേ സ്കൂളിൽ പോകുള്ളൂ. നടന്നാണ് പോകുന്നത്. വളരെ കഷ്ടമാണ്. പാവം പിടിച്ച ഈ പിള്ളേരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉന്നമനത്തിനായിട്ടൊക്കെ ഒരു വകുപ്പ് തന്നെ ഇവിടെയുണ്ട്. ആദിവാസി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗ മന്ത്രിമാർ തന്നെയുണ്ട്. മന്ത്രി തന്നെയുള്ള ഒരു വകുപ്പ് തന്നെയുള്ള ഒരു കൂട്ടരാണ് ഇവർ. പക്ഷെ എന്നിട്ടും അവരൊക്കെ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വകുപ്പിലുള്ളവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ മനുഷ്യർക്ക് കൃത്യമായിട്ട് ഈ പിള്ളേർക്ക് സ്കൂളിൽ ചെല്ലാനും അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ഇവിടെ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് നമ്മളൊക്കെ ചോദിക്കേണ്ടി വരും. വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ്. ഏതായാലും ഇത്രയും വിഷമകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് ഇത്ര വർഷത്തെ പാരമ്പര്യമുള്ള ഈ ഒരു ഊര് നേരിടുന്നത്. മണൽവയൽ എന്ന് പറയുന്ന ഈ ഒരു കോളനി നിവാസികൾ നേരിടുന്നു. അപ്പോൾ ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് കാണിക്കാനുള്ളത്. ഇത്രയും നേരം എൻ്റെ കൂട്ടത്തിൽ ഈ ചേട്ടനാണ് വന്നത്. ഈ ചേട്ടനാണ് ഈ കോളനിയും ഈ പ്രദേശങ്ങളൊക്കെ എല്ലാവരെയും കൊണ്ട് കാണിക്കുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. ഏതായാലും അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥിതികളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.